ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. തെർമോക്കോളാണ് മെയിനായിട്ട് വേണ്ട സാധനം. ഇതുപോലെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളറടിക്കുക. എനിക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കലും പണിയും കൂടി പറ്റിയില്ല. കുഞ്ഞിനോടെ ഒന്ന് കൊട്ടാരുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തെർമോക്കോളിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പെയിൻ്റ് അടിക്കണം. എൻ്റെ കയ്യിലൊക്കെ നിറച്ച് പെയിൻ്റായി അതിൽ പെയിൻ്റ് അടിച്ചിട്ട്. പിന്നെ ടൈം ഉണ്ടായില്ല. നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയപ്പോൾ വിശന്ന് എണീറ്റ് പോകാനുള്ള ക്ഷമ ഉണ്ടാവാത്തതുകൊണ്ട് അമ്മ തന്നെ എണീറ്റ് വന്ന് വാരിത്തരൽ തുടങ്ങി. കുഞ്ഞിനെന്നാലും പിടിവിട്ടില്ല. അവൾ നല്ല പണിയിലാണ്. അവൾ തകർത്ത് പണിയെടുക്കണത്. കൊള്ളാല്ലേ, കൊട്ടാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. അത്യാവശ്യം നല്ല പണിയുണ്ട് അതിൽ. അവൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് അത് അളന്നൊക്കെയാണ് വെട്ടണ്ടായിരുന്നത്. കാരണം എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ രാത്രി ഒരു 12 മണിയായപ്പോൾ പെയിൻ്റ് അടിക്കണ പരിപാടിയാണ് ഈ കാണുന്നത്. അവൾ കുറേ പെയിൻ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കഷ്ടപ്പെട്ട് ഓരോ കളർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. പക്ഷെ ഒന്നും നടന്നില്ല. ഓറഞ്ചും ബ്ലാക്കും കൂടി ചേർക്കാൻ നോക്കി. എന്ത് ബ്ലാക്ക് തന്നെയായി. അത് ഓറഞ്ച് കുറച്ചെടുത്തുള്ളൂ. എന്നിട്ട് തന്നെ ഇരുന്ന് ചിരിക്കണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ കൊട്ടാരത്തിൽ ഒരു കളർ ഒപ്പിച്ച്. കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്കും ഓറഞ്ചും പോലത്തെ ഒരു ഷെയ്ഡ് വന്ന് അതിൻ്റെ സന്തോഷത്തിലാണ് ഹായൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, പിന്നെ നിലത്ത് പോലെ സ്ഥലത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൊടുത്ത്, ബ്ലാക്ക് ബ്രൗൺ ആ ഒരു ഷെയ്ഡും കൊടുത്ത്. ഇതിൻ്റെ അകത്ത് കൊട്ടാരത്തിലാണ് മെയിനായിട്ട് കുറേ പണിയുള്ളത്. അപ്പോഴേക്കും ഞാനിവിടെ പിറ്റേ ദിവസം പ്ലാസ്റ്റർ പാരീസിലൊക്കെ കളർ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ഒരു ബ്ലാക്ക് നിലത്തൊരു ഇത് ഇറ്റാലിയൻ ടൈപ്പ് പുൽക്കൂടുന്നാണ്. എന്ന് വെച്ചാൽ ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ഞാൻ എപ്പോഴും പുൽക്കൂട് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ആ ചേട്ടൻ പ്ലാസ്റ്റർ പാരീസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റെഫറൻസ് വെച്ചാൽ ഉണ്ടാക്കണം. ആ ചേട്ടൻ പറഞ്ഞത് ഇറ്റാലിയൻ ക്രിസ്മസ് ക്രൈബ് എന്നാണ് പറഞ്ഞത്. അപ്പം അത് നോക്കി ഉണ്ടാക്കിയപ്പോൾ ഇതുവരെ എത്തി. പിന്നെ നമ്മുടെ അവിടെ നിന്നും പുല്ലും മതലിൻ്റെ അവിടെ നിന്നൊക്കെ അറക്കപ്പൊടി മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷെ മണ്ണേ എടുത്തിട്ടില്ല. പിന്നെ ആ കൊട്ടാരത്തിൽ ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിളങ്ങുമ്പോൾ ലൈറ്റ് കത്തുന്നൊക്കെ പറയണ്. നമുക്ക് നോക്കാം ലാസ്റ്റ്. പിന്നെ പുൽക്കൂടത്തെ ശരിയായി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ കുടങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കൊള്ളാം. പിന്നെ തട്ടിക്കൂട്ട് പോലെ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തോണ്ടേ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങളെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രൈബ് സെറ്റ് പുതിയതായതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ളതാണ്. അത്യാവശ്യം റേറ്റും ആയിരുന്നു. കൊള്ളാം. പക്ഷേ ഇതിന് കുറേ നാളത്തേക്ക് മേടിക്കണ്ട, കുറേ വർഷത്തേക്ക്. നമ്മൾ പഴയതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും വെച്ച് ഉണ്ണീശോന രാത്രി 12 മണിക്കാണല്ലോ വെക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. കൊട്ടാരമായിരുന്നു ഇപ്രാവശ്യത്തെ അടിപൊളി. മിന്നിക്കത്തണ കൊട്ടാരമായിരുന്നു. ലാസ്റ്റ് ഔട്ട്ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. DJ ആയിരുന്നു കൊട്ടാരത്തിൽ. ഇത് കണ്ട മിന്നി കത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഗുഡ് നൈറ്റ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ബൈ ബൈ.